ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന ആൻസി. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുതിയൊരു സ്റ്റോറി ആയിട്ടാണ്. കേട്ടാലോ? തൻ്റെ ഭർത്താവിനേക്കാൾ എല്ലാം കൊണ്ട് സരിതയ്ക്ക് ഇഷ്ടപ്പെട്ടത് ഭർത്താവിൻ്റെ അനിയനെയായിരുന്നു. പെണ്ണ് കാണാൻ വന്ന അന്ന് തന്നെ സരിത നോക്കിയത് അനന്തുവിനെയാണ്. സരിതയുടെ ഭർത്താവ് ജയേഷിൻ്റെ അനിയനാണ് അനന്തകൃഷ്ണൻ. നല്ല പേഴ്സണാലിറ്റിയും സൗന്ദര്യവും ആരോഗ്യമുള്ള അനന്തുവിനെ ഭർത്താവായി കിട്ടാനാണ് സരിത ആഗ്രഹിച്ചതെങ്കിലും അവൾക്ക് കിട്ടിയത് ജയേഷിനെയാണ്. കാരണം ചേട്ടൻ്റെ ഒപ്പം പെണ്ണ് കാണാൻ വന്ന അനന്തു അതിനു മുമ്പും തന്നെ ഒരു പെണ്ണിനെ സെറ്റാക്കി വെച്ചിരുന്നു. ജയേഷിന് പെണ്ണ് സെറ്റാവാത്ത കൊണ്ട് മാത്രമാണ് അനന്തുവിന് മീനുവിനെ സ്വന്തമാക്കാൻ വൈകിയത്. ജയേഷിനിപ്പോൾ 38 വയസ്സുണ്ട്. സരിതയ്ക്ക് 35, അനന്തുവിന് 33, മീനുവിന് 28 ഇപ്പോൾ പ്രായം. ഒരേ ദിവസമായിരുന്നു അവരുടെ വിവാഹം. വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 4 വർഷമായി. ജയേഷിനും സരിതയ്ക്കും ഇതുവരെ കുട്ടികളായിട്ടില്ലെങ്കിലും അനന്തുവിനും മീനുവിനും 2 വയസ്സുള്ളൊരു ആൺകുട്ടിയുണ്ട്. ജയേഷ് പഞ്ചായത്ത് ഓഫീസിൽ സെക്രട്ടറിയാണ്. നന്നായി പഠിച്ച് ചെറുപ്പത്തിൽ തന്നെ സർക്കാർ ഉദ്യോഗം കിട്ടിയവനാണ് ജയേഷ്. അനന്തു പലവട്ടം PSC എഴുതി അവസാനം കിട്ടിയ ജോലിയാണ് കോടതിയിൽ ക്ലർക്കിൻ്റെ പണി. ആ പണി അവൻ ഒട്ടും ഇഷ്ടത്തോടെയല്ല ചെയ്യുന്നത്. പോലീസുകാരനാകാനായിരുന്നു അവൻ ആഗ്രഹം. സരിതയ്ക്കും മീനുവിനും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അവർക്ക് ജോലിയില്ല. സരിത ഇപ്പോഴും ജോലിക്കായി ശ്രമിക്കുന്നുണ്ട്. കല്യാണത്തിന് മുമ്പ് തന്നെ സ്വന്തം വീട് വെച്ചിട്ടുണ്ട് ജയേഷ്. അവരുടെ തറവാട് വീടിനടുത്ത് തന്നെയാണത്. കല്യാണം കഴിഞ്ഞ് 2 മാസം തറവാട്ടിൽ നിന്ന് ജയേഷും സരിതയും പുതിയ വീട്ടിൽ താമസം ആരംഭിച്ചു. അനന്തവും മീനുവും അനന്തുവിൻ്റെ അമ്മയുമാണിപ്പോൾ തറവാട്ടിൽ താമസം. വേറെ വീട്ടിലാണെങ്കിലും ജയേഷ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ സരിത ഇങ്ങോട്ട് പോരും. അവളുടെ തീറ്റയും കുടിയും ഒക്കെ ഇവിടെ തന്നെയാണ്. അനന്തുവിന് കുട്ടിയുണ്ടായതിൽ പിന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന സരിതയാണ്. കല്യാണം കഴിഞ്ഞ് 4 വർഷമായിട്ടും കുട്ടി ഉണ്ടാക്കാത്തതിൻ്റെ സങ്കടം മാറ്റുന്നത് ഈ കുട്ടിയെ നോക്കിയിട്ടാണ്. സരിതയെ പെണ്ണ് കാണാനായി ജയേഷും അനന്തുവും അവരുടെ ഒരു അമ്മാവനുമാണ് വന്നത്. കാറിൽ നിന്നിറങ്ങുന്ന അനന്തുവിനെ കണ്ട സരിതയ്ക്ക് അവനെയാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ജയേഷാണ് ചെറുക്കനെന്ന് ചായ കൊണ്ട് കൊടുത്തപ്പോൾ അച്ഛൻ പറയുന്ന കേട്ട് സരിതയ്ക്ക് നല്ല നിരാശ തോന്നി. ഒറ്റ കാഴ്ചയിൽ അവൾക്ക് അനന്തുവിനെയാണ് ഇഷ്ടമായത്. അവന് വേറെ പെണ്ണ് ശരിയായിട്ടുണ്ടെന്ന് അമ്മാവൻ അച്ഛനോട് പറയുന്ന കേട്ടപ്പോൾ സരിതയുടെ നിരാശ കൂടി. മനസ്സില്ലാ മനസ്സോടെയാണ് അവൾ ജയേഷുമായുള്ള കല്യാണത്തിന് സമ്മതം മൂളിയത്. എങ്കിലും അനന്തമുള്ള വീട്ടിലേക്കാണല്ലോ താൻ പോകുന്നതെന്ന സന്തോഷവും അവൾക്കുണ്ടായി. കല്യാണം കഴിഞ്ഞിട്ടും വല്ലാത്തൊരു ഇഷ്ടത്തോടെയാണ് സരിത അനന്തുവിനോട് പെരുമാറിയത്. ജയേഷിനേക്കാൾ കൂടുതൽ സരിത സംസാരിക്കുന്നതും അനന്തുവിനോടാണ്. ജയേഷ് ഒരു മിതഭാഷയാണെങ്കിലും അനന്തു നന്നായി സംസാരിക്കും. ഏത് വിഷയത്തിനെക്കുറിച്ചും അവൻ കുറേ നേരം സംസാരിക്കും. ചില ദിവസങ്ങളിൽ രാത്രി വൈകുവോളം സരിതയും മീനുവും അനന്തവും സംസാരിച്ചിരിക്കും. ഒരേടത്തിയോടുള്ള ബഹുമാനമാണ് അനന്തുവിന് സരിതയോടുള്ളത്. എന്നാൽ സരിത ഒരു തരം നഷ്ടബോധത്തോടെയും ആർത്തിയോടെയുമാണ് അനന്തുവിനെ നോക്കുക. അനന്തുവിനെ കിട്ടാതെ പോയതിൽ അവൾക്ക് നല്ല വിഷമമുണ്ട്. അത് മീനുവിനോടുള്ള അവൻ്റെ പെരുമാറ്റം കണ്ടാണ്. അവർ 2 ആളും നല്ല ജോളിയായിട്ടാണ് ജീവിക്കുന്നത്. ലീവുള്ള ദിവസം 2 ആളും പുറത്തു പോകും. കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പ് അവർ രാജ്യത്തിന് പുറത്തു പോയി വരെ ഹണിമൂൺ ആഘോഷിച്ചിട്ടുണ്ട്. അനന്തോനുള്ളതിനേക്കാൾ കൂടുതൽ ശമ്പളം ജയേഷിനുണ്ട്. എന്നാലും അവൻ ഇത്തരം യാത്രകളൊന്നും ഇഷ്ടമല്ല. പൈസ ചിലവാക്കാൻ മടിയുള്ള ആളൊന്നുമല്ല ജയേഷ്. എന്നാലും സരിത പ്രതീക്ഷിച്ചൊരാളല്ല. എല്ലാം കൊണ്ടും അവളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നത് അനന്തുവാണ്. അവൻ്റെ സംസാരവും ചുറുചുറുക്കും അവൻ്റെ ഡ്രസ്സിങ്ങും എല്ലാം സരിതയ്ക്ക് ഇഷ്ടമാണ്. അനന്തുവിൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണെങ്കിലും അനന്തു കല്യാണം കഴിച്ച് ഒരു കുട്ടിയുടെ അച്ഛനായെങ്കിലും അവനെ മറക്കാൻ സരിതയ്ക്കായില്ല. അവളുടെ പുരുഷ സങ്കല്പത്തിലെ എല്ലാം തികഞ്ഞവനായിരുന്നു അനന്തു. എങ്കിലും അവന് ഇനി തനിക്ക് ഭർത്താവായി കിട്ടാനൊന്നും പോകുന്നില്ലെന്ന് സരിതയ്ക്കും അറിയാം. എന്നാലും തൻ്റെ മനസ്സിന് മാത്രമല്ല ശരീരത്തിനും അവനെ ഇഷ്ടമാണെന്ന് അനന്തുവിനെ ഒന്ന് അറിയിക്കണമെന്ന് സരിതയ്ക്ക് തോന്നി. അതിനവൾ എടുത്ത സമയം നീണ്ട 4 വർഷമാണ്. പലപ്പോഴും തൻ്റെ മനസ്സിലെ മോഹം അനന്തുവിനെ അറിയിക്കാൻ സരിത ഒരുങ്ങിയതാണ്.
അത് തൻ്റെയോ അനന്തുവിൻ്റെയോ ജീവിതം തകർത്തിട്ടാവരുതെന്നും സരിതയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവനെ ഏതായാലും തനിക്കിനി കിട്ടില്ല. എന്നാലും തൻ്റെ മനസ്സും ശരീരവും അവനെ കൊതിച്ചിരുന്നു എന്നെങ്കിലും അനന്തുവിനെ അറിയിക്കാൻ സരിത അവസരം നോക്കി നടന്നു. അനന്തുവിനോ മീനുവിനോ ഒരു ശല്യമാവാനും സരിതയ്ക്കാവില്ല. ജയേഷിനെ വെറുക്കാനും അവൾക്കാവില്ല. ഈ കുടുംബം ഇതുപോലെ ഐക്യത്തിലും സന്തോഷത്തിലും തന്നെ പോകാനാണ് അവൾക്കും ഇഷ്ടം. എന്നാലും തൻ്റെ മനസ്സിൻ്റെ വിങ്ങല് അനന്തു അറിയാതെ പോകരുതെന്നും തീർച്ചപ്പെടുത്തിയ സരിതയ്ക്ക് പിന്നെയും ഒരു വർഷം എടുത്തു തൻ്റെ മോഹം അനന്തുവിനോട് പറയാൻ. ജയേഷ് തിരുവനന്തപുരത്തൊരു മീറ്റിങ്ങിന് പോയ രാത്രി സരിത കിടന്നത് അനന്തുവിൻ്റെ വീട്ടിലാണ്. പഞ്ചായത്ത് സെക്രട്ടറിയായ ജയേഷ് ഇങ്ങനെ മീറ്റിങ്ങിനൊക്കെ ഇടയ്ക്ക് പോവാറുണ്ട്. അപ്പോൾ സരിത ഇവിടെ വന്ന് കിടക്കും. അന്ന് രാത്രി സരിതയും മീനുവും അനന്തവും രാത്രി ഭക്ഷണം കഴിച്ച് കുറേ നേരം മുകളിലെ ബാൽക്കണിയിൽ സംസാരിച്ചിരുന്നു. അമ്മ നേരത്തെ കിടന്നിരുന്നു. ഇടയ്ക്ക് കുഞ്ഞു കരയുന്ന കേട്ട് മീനു മുറിയിലേക്ക് പോയി. സരിതയും അനന്തവും അവിടെ തന്നെയായിരുന്നു. മീനു പോയതോടെ ബാൽക്കണിയിൽ അരണ്ട വെളിച്ചത്തിൽ സരിത അനന്തുവിനെ ആർത്തിയോടെയാണ് നോക്കിയത്. തൻ്റെ സ്വപ്നസുന്ദരൻ്റെ കൂടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ സരിതയുടെ ഹൃദയം പ്രണയാർദ്രമായി. അവൻ ചിരിക്കുമ്പോൾ ആ ചുണ്ടുകൾ കടിച്ചെടുക്കാൻ തോന്നി സരിതയ്ക്ക്. കുറച്ച് സമയം കഴിഞ്ഞിട്ടും മീനു വരാത്തത് കണ്ട് സരിത അവളുടെ മുറിയിൽ പോയി നോക്കി. കുഞ്ഞിനൊപ്പം മീനു നല്ല ഉറക്കം. നല്ല ഗാഠമായ ഉറക്കം കണ്ട് സരിതയുടെ ഉള്ളിൽ ഒരു മിന്നലടിച്ചു. അവൾ മുറിയിലെ ലൈറ്റ് കെടുത്തി വേഗം പുറത്തിറങ്ങി. വാതിൽ പുറത്ത് നിന്ന് ചാരി അവൾ ബാൽക്കണിയിലേക്ക് ചെന്നു. നേരത്തെ മീനു ഇരുന്ന അനന്തുവിൻ്റെ തൊട്ടടുത്താണ് സരിത ചെന്നിരുന്നത്. അതിൽ അനന്തുവിന് അസ്വാഭാവികതയൊന്നും തോന്നിയിട്ടില്ല. മുമ്പും സരിത അവനെ മുട്ടിയിരുന്നിട്ടുണ്ട്. എന്നാൽ സരിത ഒരു തരിപ്പോടെയാണ് ഇരിക്കുന്നത്. പുറത്ത് ചെറുതായി മഴ പെയ്യുന്നുണ്ട്. ബാൽക്കണിയിലിരിക്കുന്ന സരിതയുടെ മുഖത്തേക്ക് ചീറ്റലടിച്ച് മഴത്തുള്ളികൾ തെറിക്കുന്നുണ്ട്. മനസ്സിൽ ഭർത്താവാങ്ങാൻ ആഗ്രഹിച്ചവനോടൊപ്പം രാത്രിയിൽ തനിച്ച് ഈ മഴയത്തിരിക്കുന്നത് അവൾക്ക് വല്ലാത്ത സുഖം തോന്നി. അനന്തു എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. വർണ്ണക്കനവുകൾ നെയ്തു കൂട്ടുന്ന സരിത മറുപടിയും പറയുന്നുണ്ട്. ഏട്ടത്തി ഇതെവിടെയാ? ഞാൻ ചോദിച്ച വല്ലതും കേട്ടോ? അനന്തുവിൻ്റെ ചോദ്യം കേട്ട് സരിത ഉറക്കത്തിൽ നിന്നെന്ന പോലെ ഞെട്ടിയുണർന്ന് അവനെ നോക്കി. നീ എന്താടാ കുട്ടാ ചോദിച്ചത്? അത് ശരി, ചോദിച്ചു തന്നെ കേട്ടില്ലല്ല. ഉറങ്ങാൻ പോണ്ടേന്നാ ഞാൻ ചോദിച്ചത്. ആണോ? ഞാൻ കേട്ടില്ലടാ. കുറേ നേരമായോ? പതിവില്ലാത്തൊരു കൊഞ്ചൽ ഏട്ടത്തിയുടെ ശബ്ദത്തിൽ തോന്നിയെങ്കിലും അനന്തു അത് കാര്യമാക്കിയില്ല. പോയി കിടന്നാലോ? സരിത അത് ഉത്തരം പറഞ്ഞില്ല. അവളുടെ മനസ്സിൽ ചില കൂട്ടലും കിഴിക്കലും നടക്കുകയായിരുന്നു. പറയണം, തൻ്റെ മനസ്സ് അനന്തു അറിയണം. ഒന്നിനുമല്ല, തനിക്കൊരു സമാധാനത്തിന്. വർഷം 4 മനസ്സിൽ കൊണ്ടു നടക്കുന്ന മോഹമാണ്. തെറ്റായിരിക്കാം. തന്നെ വേറൊരർത്ഥത്തിൽ നോക്കിയിട്ട് പോലും ഇല്ലാത്ത ഭർത്താവിൻ്റെ അനിയനോടിത് പറയാൻ പാടുണ്ടോ എന്നും അറിയില്ല. എന്നാലും അവനോട് പറയാനാണ് സരിതയ്ക്ക് തോന്നിയത്. നിനക്ക് ഉറക്കം വരുന്നുണ്ടോ കുട്ടാ? തൊട്ടടുത്തിരിക്കുന്ന അനന്തുവിൻ്റെ കയ്യിൽ പിടിച്ചാണ് സരിത അത് ചോദിച്ചത്. ഇല്ല, ഏട്ടത്തിക്കായെങ്കിൽ പോകാം. എന്നാ കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി. അവൻ്റെ കൈ മടിയിൽ വെച്ച് സരിത പതിയെ ഒഴിഞ്ഞു. അതിൽ ഒരസ്വാഭാവികത അനന്തുവിന് തോന്നി. ഇങ്ങനെ ഇടത്ത് ചെയ്തിട്ടില്ല. തൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ മടിയിലൊന്നും വെച്ച് തലോടിയിട്ടില്ല. അതുമല്ല, സരിതയിൽ നിന്ന് ക്രമം തെറ്റിയ ശ്വാസോച്ഛ്വാസവും അനന്തു കേട്ടു. അവളുടെ കൈ മാത്രമല്ല, ദേഹം മൊത്തം ചെറുതായി വിറയ്ക്കുന്നതും അവൻ അനുഭവപ്പെട്ടു. ഏട്ടത്തിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അവളുടെ മാറ്റം ശ്രദ്ധിച്ച് അനന്തു ചോദിച്ചത് കേട്ട് സരിത അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. അവളൊരു തുടക്കം കിട്ടാതെ പരുങ്ങയായിരുന്നു. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഏട്ടത്തിയുടെ ശബ്ദത്തിലും ഒരു വിറയൽ അനന്തു കേട്ടു. എന്താ ഏട്ടത്തി? അത് എനിക്ക് ഇതല്പം സീരിയസ് ആണെന്ന് സരിതയുടെ വിക്കല് കണ്ടപ്പോൾ അനന്തുവിന് തോന്നി. എന്താ ഏട്ടത്തി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
ചെറിയൊരു പ്രശ്നമുണ്ട്. അല്ല, ചെറുതല്ല, ഒരു വലിയ പ്രശ്നം. തൻ്റെ കയ്യിൽ ഏട്ടത്തി അമർത്തി ഞെക്കുന്നത് അനന്തുവിനറിയാൻ പറ്റുന്നുണ്ട്. ഏട്ടത്തി, ഏട്ടൻ വല്ലവും? ഇല്ല, ഏട്ടനല്ല. പിന്നെന്താ? എന്താണേലും എന്നോട് പറ. അത് കേട്ടതോടെ സരിതയുടെ ഹൃദയം ആർദ്രമായി. എന്നാലും അത് പറയാൻ അവൾക്കല്പം മടി തോന്നി. പക്ഷേ പറയാതിരിക്കാനും ആവില്ല. 4 വർഷമായി മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. ഇപ്പോൾ പറ്റിയ അവസരമാണ്. അവസരങ്ങൾ ഇനിയും കിട്ടുമെങ്കിലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി നീട്ടിവെക്കുന്നതിൽ അർത്ഥമില്ല. അനന്തുവിനാണെങ്കിൽ ചെറിയൊരു പന്തികേട് മണക്കുന്നുണ്ട്. പലപ്പോഴായി ഏട്ടത്തിയുടെ നോട്ടം അവൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നിരാശയോടെയും ചിലപ്പോൾ കൊതിയോടെയും അപൂർവം ചിലപ്പോൾ ആർത്തിയോടെയും ഏട്ടത്തി തന്നെ നോക്കിയിട്ടുണ്ട്. എന്നാലും കഴിഞ്ഞ 4 കൊല്ലത്തിനിടയിൽ ഈ ഒരു കാമുകി ഭാവം ഏട്ടത്തിയിൽ കണ്ടിട്ടില്ല. എന്താണെങ്കിലും ധൈര്യമായി പറഞ്ഞു ഏട്ടത്തി. ഏട്ടത്തിക്ക് എന്നെ വിശ്വസിക്കാം. എന്തും എന്നോട് തുറന്നു പറയാം. അവളുടെ പേടി മാറ്റാൻ വേണ്ടി അനന്തു അവൾക്ക് ധൈര്യം കൊടുത്തു. അത് അനന്തു കുട്ടാ, ഞാനിവിടെ കിടന്നോട്ടെ. അതിന് മറുപടി പറയാൻ അനന്തുവിന് കഴിഞ്ഞില്ല. അതിനു മുമ്പ് അവനെ ഞെട്ടിച്ചുകൊണ്ട് സരിത അവൻ്റെ മാറിലേക്ക് മുഖം അമർത്തിയിരുന്നു. അനന്തു ശരിക്കും ഞെട്ടിയിരുന്നു. ഏട്ടത്തിയിൽ നിന്ന് ഇതവൻ പ്രതീക്ഷിച്ചതല്ല. അവളെ അടർത്തി മാറ്റാൻ അവനൊട്ട് കഴിഞ്ഞതുമില്ല. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൻ്റെ മാറിൽ പതുങ്ങിക്കിടന്ന് സരിത പറയാൻ തുടങ്ങി. അനന്തുവിനെ ആദ്യമായി കണ്ടതു മുതലുള്ള എല്ലാ കാര്യങ്ങളും അവർ തുറന്നു തന്നെ പറഞ്ഞു. അവനെയാണ് തനിക്ക് ഭർത്താവായി കിട്ടാൻ ആഗ്രഹമെന്നും അവനെ ഒത്തിരി കൊതിച്ചതാണെന്നും സരിത മാറിൽ കിടന്ന് കുറുകിയപ്പോൾ അനന്തുവിനത് വിശ്വസിക്കാനായില്ല. കഴിഞ്ഞ 4 വർഷമായി ഇതൊന്നും പറയാനാവാതെ താൻ അനുഭവിച്ച മാനസിക സംഘർഷവും സരിത പറഞ്ഞു. അനന്തുവിൻ്റെയും മീനുവിൻ്റെയും ജീവിതത്തിൽ ഒരിക്കലും താനൊരു ശല്യമായി നിൽക്കില്ലെന്നും ഇതിനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ തൻ്റെ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് തോന്നിയപ്പോഴാണ് താനിത് തുറന്നു പറഞ്ഞതെന്നും സരിത അനന്തുവിൻ്റെ മുഖത്ത് നോക്കാതെ അവൻ്റെ മാറിൽ പറ്റിക്കിടന്ന് പറഞ്ഞു. ഏട്ടൻ്റെ ഭാര്യ എന്നതിനപ്പുറം സരിതയെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അനന്തുവിന് അവൾ പറഞ്ഞതൊക്കെയും വിശ്വസിക്കാനാവാത്ത കാര്യങ്ങളായിരുന്നു. 4 വർഷം തന്നെ മനസ്സിലിട്ടാണ് ഏട്ടത്തി ജീവിച്ചതെന്ന് അവൻ ഉൾക്കൊള്ളാനായില്ല. പക്ഷെ അപ്പോഴും ഏട്ടനോടൊരു സ്നേഹക്കുറവും ഏട്ടത്തി കാണിച്ചിട്ടില്ല. അവർ രണ്ടാളും നല്ല സ്നേഹത്തിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. ഇങ്ങനെ ഒരു മുഖം ഏട്ടത്തിക്ക് ഉണ്ടാവുമെന്ന് കരുതിയില്ലെങ്കിലും താനിട്ട ബനിയൻ നനഞ്ഞത് ഏട്ടത്തിയുടെ കണ്ണീര് കൊണ്ടാണെന്ന് അനന്തുവിന് മനസ്സിലായി. ഹൃദയവേദനയോടെ ഏട്ടത്തി തേങ്ങുന്നുണ്ടെന്നും അവൻ അറിഞ്ഞു. അനന്തു സരിതയുടെ തലയിൽ അരുമയോടെയാണ് തലോടി. അത്രേ അവന് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അതിനപ്പുറം ചെയ്യാൻ അവൻ ധൈര്യപ്പെട്ടില്ല. തൊട്ടപ്പുറത്തെ മുറിയിൽ താൻ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഭാര്യയും തൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞും ഉറങ്ങിക്കിടപ്പുണ്ടെന്ന ബോധം അവനുണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ തലോടലേറ്റ സരിത ഒന്ന് തേങ്ങി. ആ മാറിൽ നിന്നവൾ തല ഉയർത്തിയില്ല. അതിനും പുറമെ അനന്തുവിൻ്റെ പുറത്തുകൂടി അവൾ ഒരു കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചു. അനന്തുവിന് സരിതയോട് പറയാൻ ഒന്നുമില്ലായിരുന്നു. 4 വർഷം തന്നെ മനസ്സിലിട്ട് ജീവിച്ച ആ പെണ്ണിനോട് എന്തു പറയണമെന്നും അവനറിയില്ലായിരുന്നു. 2 വയസ്സിന് മാത്രം വ്യത്യാസമുള്ള സരിതയെ ഏട്ടത്തി അമ്മയായിട്ട് തന്നെയാണ് താൻ കണ്ടത്. ഏട്ടത്തി, കുറേ നേരമായി, നമുക്ക് പോയി കിടക്കാം. ഒരു മന്ത്രണം പോലെ അനന്ത് ചോദിച്ചു. അമ്പലപ്രാവിൻ്റെ കുറുകൽ പോലൊരു സ്വരം സരിതയിൽ നിന്ന് കേട്ടു. പക്ഷെ അവൾ തല ഉയർത്തിയില്ല. എന്നാ ഏട്ടത്തി എണീക്ക്. സരിത അനങ്ങാതെ കിടന്നു. കാലങ്ങളായി കൊതിച്ച സുവർണാവസരം വിട്ടുപോവാൻ അവൾക്ക് തോന്നിയില്ല. അനന്തു മുഖം താഴ്ത്തി സരിതയുടെ തലയിലൊരു ഉമ്മ കൊടുത്തു. സരിതയുടെ ദേഹം ആസകലം ഒന്ന് ഞെട്ടി വിറയ്ക്കുന്നത് അനന്തു അറിഞ്ഞു. സരിത അവൻ്റെ പുറത്തുള്ള പിടി അയച്ച് മാറിൽ നിന്ന് തല പൊക്കി. പിന്നെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി. 1000 അർത്ഥങ്ങളുള്ള ആ നോട്ടം നേരിടാനാവാതെ അനന്തു പതറി. സരിത പതിയെ എഴുന്നേറ്റു.
പിന്നെ ഒന്നും മിണ്ടാനാവാതെ നേർത്തൊരു തേങ്ങലോടെ തിരിഞ്ഞു നടന്നു. സംഭവിച്ചതൊന്നും ഇനിയും വിശ്വസിക്കാനാവാതെ ചാറ്റൽ മഴയെ നോക്കി തണുത്ത കാറ്റേറ്റ് അനന്തു ആ ബാൽക്കണിയിൽ തന്നെ ഇരുന്നു. പിറ്റേന്ന് അനന്തു എണീക്കുന്നതിന് മുമ്പ് തന്നെ സരിത അവളുടെ വീട്ടിലേക്ക് പോയിരുന്നു. അവനെ നേരിടാൻ അവൾക്ക് തൽക്കാലം ആവില്ലായിരുന്നു. അനന്തു കുളിയും കഴിഞ്ഞ് മീനു വിളമ്പിക്കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ജോലിക്ക് പോകുന്ന കണ്ടിട്ടാണ് സരിത തിരിച്ചു വന്നത്. അവളും അമ്മയും മീനുവും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. സരിത പതിവില്ലാത്ത വിധം ഉത്സാഹവതിയായിരുന്നു. 4 വർഷമായി കൊണ്ടു നടക്കുന്നൊരു ഭാരം ഇറക്കി വെച്ച ആശ്വാസം അവൾക്കുണ്ടായിരുന്നു. അവൾക്ക് പാറിപ്പറക്കാൻ കൊതി തോന്നി. ഇവിടെ ഇരുന്നാൽ തൻ്റെ മനസ്സിൽ കൊതികുത്തുന്ന സന്തോഷം മുഖത്ത് പ്രതിഫലിക്കുന്നത് മീനുവോ അമ്മയോ കണ്ട് സംശയിച്ചാലോ എന്നൊരു ഭയം അവൾക്കുണ്ടായി. ചായ കുടി കഴിഞ്ഞ് അവർ വിശ്വസിക്കുന്ന ഒരു കാരണം പറഞ്ഞ് സരിത അവളുടെ വീട്ടിലേക്ക് പോയി. നേരെ ചെന്ന് സരിത ബെഡിലേക്ക് വീണു. അവൾ ബെഡിൽ കിടന്ന് ഉരുണ്ടു മറിഞ്ഞു. സന്തോഷം കൊണ്ട് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അവൾക്ക് തന്നെ മനസ്സിലായില്ല. ഉള്ളിൽ പ്രണയം നിറഞ്ഞു തുളുമ്പുന്നത് അവൾ അറിഞ്ഞു. പക്ഷെ അത് പാടില്ലെന്ന് അവൾ സ്വയം കുറ്റപ്പെടുത്തി. താനും അനന്തുവും കുടുംബമായി സമാധാനത്തോടെ ജീവിക്കുകയാണ്. അനന്തുവിന് മീനു എന്ന് വെച്ചാൽ ജീവനാ. അവരുടെ ഇടയിലേക്ക് താൻ ചെല്ലാൻ പാടില്ല. എന്നാലും തൻ്റെ മനസ്സവനെ അറിയിക്കാൻ പറ്റിയല്ലോ. അവനെ ഭർത്താവായി കിട്ടാൻ താൻ ആഗ്രഹിച്ചിരുന്നു എന്നും അവൻ അറിഞ്ഞല്ലോ. അത് മതി, അത് മാത്രം മതി തനിക്ക്, വേറൊന്നും വേണ്ട. പക്ഷേ സരിത വിചാരിച്ചിടത്തൊന്നും കാര്യങ്ങൾ നിന്നില്ല. ഇനി എല്ലാം മറക്കാമെന്ന് കരുതി കുറച്ചു നേരം ഉറങ്ങാനായി കണ്ണടച്ച സരിതയെ ഫോൺ ബെല്ല് കണ്ണു തുറപ്പിച്ചു. മൊബൈൽ കയ്യിലെടുത്ത് നോക്കിയ സരിത കോരിത്തരിച്ചു. അനന്തു വിളിക്കുന്നു. കുറച്ച് സമയം മുമ്പ് അവൾ മനസ്സിൽ കരുതിയതെല്ലാം കാറ്റിൽ പറത്തി സരിത ആർത്തിയോടെ ആ കോളെടുത്തു. ഹലോ അനന്തൂട്ടാ. അനന്തുവിനെ നേരിടാൻ തനിക്കൊരു ചമ്മലുണ്ടാവുമെന്ന് കരുതിയ സരിതയ്ക്ക് താൻ അവനെ വിളിച്ച ശൈലിയും ഈണവും അവൾക്ക് തന്നെ അമ്പരപ്പായി. വിരഹിണിയായ കാമുകനെ വിളിക്കും പോലെ ഹൃദയം കൊണ്ടാണ് അവൾ അനന്തുവിനെ വിളിച്ചത്. ഏട്ടത്തി, എന്താടാ, എന്തിനാ വിളിച്ചേ? ഏട്ടത്തി ഇപ്പോൾ ഏത് വീട്ടിലാ? ഞാൻ ചായ കുടി കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നടാ. എന്തിനാ നീ വിളിച്ചേ? ഒന്നുമില്ല, ഏട്ടത്തി ഒന്ന് വിളിക്കണമെന്ന് തോന്നി. നീ ഓഫീസിൽ പോയില്ലേടാ കുട്ട? സമയമായിട്ടില്ല ഏട്ടത്തി, ഞാനിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. എന്തിന്? അത് ഏട്ടത്തിയോടൊന്ന് സംസാരിക്കാൻ. കുറച്ച് നേരത്തേക്ക് രണ്ടാളും ഒന്നും മിണ്ടിയില്ല. ഏട്ടത്തി ഇന്നലെ പറഞ്ഞതൊക്കെ സത്യാ? എന്ത്? ഇന്നലെ രാത്രി എന്താ എന്നോട് പറഞ്ഞത്? അത് അനന്തു, അതൊക്കെ സത്യം തന്നെയാണോ ഏട്ടത്തി? കുറുകലോ മൂളലോ എന്നറിയാത്തൊരു സ്വരം സരിത ഉണ്ടാക്കി. ഇനി എന്ത് ചെയ്യാനാ ഏട്ടത്തി? വർഷം 4 കഴിഞ്ഞില്ലേ, എന്നിട്ടിപ്പോഴാണോ എന്നോട് പറയാൻ തോന്നിയത്? അത് കേട്ട സരിതയ്ക്ക് ശരിക്കും സങ്കടം വന്നു. എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. ഒരു തേങ്ങലയോടെയാണ് സരിത അത് പറഞ്ഞത്. ഏട്ടനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏട്ടത്തി? ഭർത്താവിൻ്റെ പെരുമാറ്റത്തിലെ അപാകതയോ അവൻ്റെ ശാരീരികമായ ബലഹീനതയോ മൂലം ചില സ്ത്രീകളെങ്കിലും മറ്റു പുരുഷന്മാരെ തേടുന്നതായി അനന്തുവിനറിയാം. അങ്ങനെ എന്തേലും പ്രശ്നം ഏട്ടത്തിക്കുണ്ടോയെന്നറിയാനാണ് അനന്തു അങ്ങനെ ചോദിച്ചത്. ഇല്ല അനന്തൂട്ടാ, ഏട്ടനൊരു പ്രശ്നവും ഇല്ല. നിനക്കറിയില്ലേ നിൻ്റെ ഏട്ടനെ? പിന്നെ എന്ത് പറ്റി ഏട്ടത്തി? പിന്നെ എന്തിനാ ഇപ്പോൾ ഇതെന്നോട് പറഞ്ഞത്? എൻ്റെ ഒരു മനസ്സമാധാനത്തിനാടാ. എൻ്റെ സമാധാനം കളഞ്ഞപ്പോൾ ഏട്ടത്തിക്ക് മനസ്സമാധാനം കിട്ടിയോ? ആ ചോദ്യത്തിൻ്റെ അർത്ഥം സരിതയ്ക്ക് മനസ്സിലായില്ല. അനന്തൂട്ടാ, ഞാൻ നിൻ്റെ സമാധാനം കളഞ്ഞെന്നോ? പിന്നെ സമാധാനത്തോടെ മീനുവും കുഞ്ഞുമായി കഴിഞ്ഞ എൻ്റെ സമാധാനം ഏട്ടത്തി കളഞ്ഞില്ലേ? ഏട്ടത്തി അത് പറഞ്ഞങ്ങ് പോയി. ഏട്ടത്തിക്ക് സമാധാനവും കിട്ടി. ഞാൻ
നേരം വെളുക്കുന്ന വരെ ഉറങ്ങിയിട്ടില്ല. അതറിയോ ഏട്ടത്തിക്ക്? ഞെട്ടലോടെയാണ് സരിത അത് കേട്ടത്. തൻ്റെ മനസ്സിൻ്റെ വിങ്ങല് അവനോടൊന്ന് തുറന്നു പറഞ്ഞാൽ തനിക്കൊരു സമാധാനം കിട്ടുമെന്ന് കരുതിയാണ് പറഞ്ഞത്. കേൾക്കുന്നവൻ്റെ മാനസികാവസ്ഥ താൻ ചിന്തിച്ചില്ല. എന്തു പറ്റി അനന്തൂട്ട? എന്തേ ഉറങ്ങാഞ്ഞത്? അതീവ സ്നേഹത്തോടെ സരിത ചോദിച്ചു. ഞാൻ ഏട്ടത്തെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത്. ഒറ്റ കാഴ്ചയിൽ തന്നെ എനിക്കിഷ്ടമായി. 4 വർഷം ഞാൻ ഏട്ടത്തിയെ മനസ്സിലിട്ട് സ്നേഹിച്ചു. ഇങ്ങനെയൊക്കെ ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞാൽ ഏട്ടത്തിക്ക് ഉറങ്ങാൻ കഴിയുമോ? ആ ചോദ്യത്തിന് മുന്നിൽ സരിതയൊന്ന് പകച്ചു. ഞാൻ ഇനി എന്ത് ചെയ്യണോ ഏട്ടത്തി? അതും കൂടി ഏട്ടത്തി പറഞ്ഞതാ. അനന്തൂട്ട, ഞാൻ എന്താടാ പറയുക? പറയണം, ഏട്ടത്തി തന്നെ പറയണം. ഇതിനൊരു പരിഹാരം ഏട്ടത്തി ഉണ്ടാക്കണം. ഇന്നും ഞാൻ ഉറങ്ങില്ല. ഇനി എന്നും ഉറങ്ങാനാവുമെന്നും തോന്നുന്നില്ല. സരിതയ്ക്ക് അപകടം മണത്തു. താനത് നിസ്സാരമായി പറഞ്ഞങ്ങ് പോന്നെങ്കിലും കേട്ടവൻ അത്ര നിസ്സാരമായി തോന്നിയിട്ടില്ല. ഞാൻ എന്താടാ അനന്തു ചെയ്യേണ്ടത്? എനിക്കറിയില്ല ഏട്ടത്തി. വേണ്ടാത്തൊരു സംസാരമോ നോട്ടവോ എന്നിൽ നിന്നുണ്ടായിട്ടില്ലെന്ന് ഏട്ടത്തിക്കറിയാലോ. ഏട്ടത്തി അമ്മയായിട്ട് തന്നെയാണ് ഞാൻ കണ്ടത്. പക്ഷേ പേടിയോടെയാണ് സരിത അത് ചോദിച്ചത്. ഇനി എനിക്ക് ഏട്ടത്തിയമ്മയായി കാണാൻ കഴിയില്ല. പിന്നെ അത് ഏട്ടത്തി പറഞ്ഞാൽ മതി. ഏട്ടത്തിയമ്മയായി കാണണം എന്ന് മാത്രം പറയരുത്. താൻ പെട്ടൊരു പെടലോർത്ത് സരിത നടുങ്ങിപ്പോയി. തൻ്റെ മനസ്സ് തുറന്നപ്പോൾ ശാന്തനായി കേട്ടിരുന്ന അനന്തു ഇങ്ങനെ പറയുമെന്ന് അവൾ വിചാരിച്ചതേയല്ല. പറഞ്ഞു തീർത്തപ്പോൾ താനത് വിട്ടതുപോലെ അവനും വിടുവെന്നാണ് കരുതിയത്. ഇതിപ്പോൾ കുരുവായി തീർന്നോന്നോർത്ത് സരിതയ്ക്ക് ഭയമായി. പിന്നെ ആരായി കാണാനാ അനന്തുവിനിഷ്ടം? നശിപ്പിച്ച് അത് ചോദിക്കാനാണോ താൻ വാ പൊളിച്ചത്? ഭർത്താവിൻ്റെ അനിയനെ നന്നായൊന്ന് ഉപദേശിക്കാനല്ലേ താൻ ഉരുമ്പെട്ടത്? എന്നിട്ട് എന്തിനാ കൊഞ്ചിക്കൊണ്ട് ആ ചോദ്യം ചോദിച്ചത്? അത് ഏട്ടത്തി തീരുമാനിച്ചാൽ മതി. കാമുകിയായിട്ടോ ഭാര്യയായിട്ടോ എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചതിന് ശേഷം ഏട്ടത്തി എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഓഫീസിലേക്ക് കയറുക. ഇനി ലഞ്ച് ടൈമിലേ ഞാൻ ഫോൺ നോക്കൂ. അത്രയും പറഞ്ഞ് അനന്തു ഫോൺ കട്ടാക്കി. വിരലുകൾക്ക് ബലം നഷ്ടപ്പെട്ട് സരിതയുടെ കയ്യിൽ നിന്നും മൊബൈൽ കിടക്കയിലേക്ക് വീണു. കേട്ടത് വിശ്വസിക്കാനാവാതെ അവൾ സീലിങ്ങിലേക്ക് തുറിച്ചു നോക്കി ബെഡിൽ മലർന്നു കിടന്നു. അനന്തുവിൻ്റെ വാക്കുകൾ അവളിലുണ്ടാക്കിയ മാറ്റം ചെറുതല്ല. അത് ഭയമായിരുന്നില്ല, ദേഷ്യമായിരുന്നില്ല, നിരാശയുമായിരുന്നില്ല, സങ്കടവുമായിരുന്നില്ല. സന്തോഷം, ഹൃദയം മിങ്ങുന്ന സന്തോഷം, ദേഹമാസകലം ഇക്കിളിപ്പൂക്കൾ വിരിയുന്ന സന്തോഷം, മാരിവില്ല് കണ്ട മയിലിൻ്റെ സന്തോഷം, പൂമൊട്ട് കണ്ട പൂമ്പാറ്റയുടെ സന്തോഷം. കാമുകിയായിട്ടാണോ ഭാര്യയായിട്ടാണോ അവൻ തന്നെ കാണേണ്ടതെന്ന് തീരുമാനിച്ച് താൻ അവന് മെസ്സേജ് അയക്കണമെന്ന് 4 വർഷം മനസ്സിൽ കൊണ്ട് നടന്നവനാ പറയുന്നത്. ഇതിൽ പരം സന്തോഷം വേറെന്തുണ്ട്? പക്ഷെ അത് വേണ്ട, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. താനും ഏട്ടനും നല്ല സ്നേഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. അനന്തവും മീനുവും അതിലേറെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. അതിനിടയിൽ കയറി എല്ലാവരുടെയും സന്തോഷം ഇല്ലാതാക്കുന്ന ശരിയല്ല. ഇതെങ്ങാനും പുറത്തറിഞ്ഞ എല്ലാവരുടെ ജീവിതവും തകരും. ഒരു തെറ്റും ചെയ്യാത്ത ജയേട്ടനും മീനുവും ബലിയാടുകളാവും. വേണ്ട, അത് ശരിയാവില്ല. സരിത മനസ്സിൽ ഉറപ്പിച്ച് കിടന്നു. കുറച്ചു നേരം വെറുതെ കിടന്നു. അനന്തുവിൻ്റെ ഏട്ടത്തിയമ്മ തന്നെയായിരിക്കും താനെന്ന് പിന്നെയും അവൾ മനസ്സിലുറപ്പിച്ചു. പക്ഷേ മനസ്സിലേ അതുറച്ചുള്ളൂ. അവളുടെ ശരീരം അതിന് കൂട്ടാക്കിയില്ല. അവളുടെ ശരീരത്തിലെ ഓരോ അവയവത്തിനും ദാഹം തോന്നി. കണ്ണുകൾക്ക് അവനെ കാണാനും കാതുകൾക്ക് അവൻ്റെ ശബ്ദം കേൾക്കാനും ദാഹം തോന്നി. പിന്നെ ദേഹമാസകലം അവൻ്റെ തലോടേൽക്കാനും. പിന്നെ സരിത ബെഡിൽ കിടന്ന് പുളഞ്ഞു കുത്തി. അനന്തുവിൻ്റെ ഭാര്യയായിട്ടോ കാമുകിയായിട്ടോ അവൻ തന്നെ കാണാൻ ഒരുക്കമാണ്. ആരും അറിയാതെ, വീട്ടുകാരൊരിക്കലും അറിയാതെ ഒരു വീട്ടിൽ താനും അനന്തവും കാമുകന്മാരായി ജീവിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ സുഖം?
സരിതയ്ക്കത് ഉടലാകെ കോരിത്തരിച്ചു. വേണം, തനിക്കൊരു കാമുകൻ വേണം, അത് അനന്തു തന്നെ ആവുകയും വേണം. ഇനി പിന്നോട്ടില്ല, അവനെ തനിക്ക് വേണം. 4 വർഷം ഉള്ളിൽ കൊണ്ടു നടന്ന പ്രണയം തനിക്ക് പ്രകടിപ്പിക്കണം. പിന്നൊരു ദിവസം, ഒരൊറ്റ ദിവസമെങ്കിലും അവൻ്റെ ഭാര്യയാവണം. എല്ലാം പൂർണ്ണ മനസ്സോടെ സമർപ്പിച്ച് ഒറ്റ ദിവസമെങ്കിലും തനിക്ക് അവൻ്റെ കൂടെ ജീവിക്കണം. അതോർത്തതും സരിതയ്ക്ക് കാമം കയറി വരാൻ തുടങ്ങി. ഇതാദ്യമായിട്ടല്ല, ഇതിനു മുമ്പും സരിത അനന്തുവിനെ ഓർത്ത് കാമം കൊണ്ടിട്ടുണ്ട്. അവനെ ഓർത്ത് സ്വയംഭോഗം ചെയ്തിട്ടുണ്ട്. ഭർത്താവിൻ്റെ രതി തികയാഞ്ഞിട്ടല്ല, എന്നാലും അനന്തുവിനെ മനസ്സിൽ പ്രണയിക്കുന്ന കൊണ്ട് അവനെ ഓർത്ത് സ്വയംഭോഗം ചെയ്യാറുണ്ട്. അവൻ്റെ കൈക്കരുത്തിൽ ഞെരിഞ്ഞമരാൻ കൊതിച്ചിട്ടുണ്ട്. സരിത മൊബൈൽ കയ്യിലെടുത്തു. അനന്തുവിൻ്റെ ഫോട്ടോ അവളുടെ ഫോണിലുണ്ട്. അതിലേക്ക് നോക്കി അവൾ കുറേ നേരം കിടന്നു. ഈ ചുള്ളൻ ചെക്കൻ ഇനി മുതൽ തൻ്റെ കാമുകനാണ്. മീനുവിൻ്റെ സ്നേഹനിധിയായ ഭർത്താവാണെങ്കിലും ഇനി രഹസ്യമായി ഇവൻ തൻ്റെയും ഭർത്താവാണ്. അവനോടുള്ള പ്രണയവും ദാഹവും പരസ്യമായി പ്രകടിപ്പിക്കാനാവില്ലെങ്കിലും അവസരം കിട്ടിയാൽ താൻ അവനെ പ്രണയപരവശനാക്കും. നല്ലൊരവസരം കിട്ടിയാൽ അവനെ സുഖിപ്പിച്ചു കൊല്ലും. സരിതയുടെ മേനി ആകെ കുളിരുകോരി തുടങ്ങി. അവൾ സ്വന്തം കഴുത്തിൽ പതിയെ തഴുകി. എന്തോ ഒക്കെ തനിക്ക് സംഭവിക്കുന്നുണ്ട്. എന്താണ് തൻ്റെ ശരീരത്തിന് സംഭവിക്കുന്നതെന്ന് സരിതയ്ക്ക് മനസ്സിലായി. ഇതിനു മുമ്പും അനന്തുവിനെ കണ്ടിരിക്കുമ്പോൾ സരിതയ്ക്ക് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. തൻ്റെ മനോഹരമായ ശരീരത്തിന് ഒരവകാശി കൂടിയുണ്ടെന്നത് സരിതയെ പുളകിതയാക്കി. ഒരു ഭർത്താവിൻ്റെ എല്ലാ അവകാശത്തോടും കൂടി തന്നോട് ഏത് രീതിയിൽ വേണമെങ്കിലും പെരുമാറാൻ അധികാരമുള്ളൊരവകാശി, അത് തൻ്റെ അനന്തൂട്ടനാണ്. താൻ ഏറെ മോഹിക്കുകയും കാമിക്കുകയും ചെയ്ത അനന്തൂട്ടൻ. അനന്തൂട്ടൻ എന്നെ ആരായിട്ട് വേണേലും കാണാം, കാമുകിയായിട്ടോ ഭാര്യയായിട്ടോ, അനന്തൂട്ടൻ്റെ ഇഷ്ടം പോലെ. പക്ഷേ ഇനി ഏട്ടത്തിയമ്മയായി മാത്രം കാണരുത്. ലഞ്ച് ടൈമിൽ സരിത തനിക്ക് അയച്ച ടെക്സ്റ്റ് മെസ്സേജ് വായിക്കുകയാണ് അനന്തു. എനിക്കിഷ്ടമാണ് അനന്തൂട്ടൻ്റെ കാമുകിയാവാൻ, അതിലേറെ ഇഷ്ടമാണ് ഭാര്യയാവാൻ. ഞാൻ ആദ്യം മനസ്സിലാഗ്രഹിച്ചത് അനന്തൂട്ടനെയല്ലേ. ഞാൻ ഒത്തിരി കൊതിച്ചതാ എൻ്റെ കുട്ടനെ. ഏട്ടൻ്റെ ഭാര്യ എന്നതിനപ്പുറം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സരിത എഴുതിയത് കൗതുകത്തോടെയാണ് അനന്തു വായിക്കുന്നത്. ഏട്ടൻ നല്ലവനാ, എന്നോട് നല്ല സ്നേഹ. എനിക്കും ഏട്ടനെ ഇഷ്ടക്കേടൊന്നുമില്ല. എന്നാലും എനിക്ക് അനന്തൂട്ടനെ വേണം, ആരും അറിയാതെ, എൻ്റെ കാമുകനായിട്ട്, പിന്നെ എൻ്റെ ഭർത്താവായിട്ട്, പിന്നെ എൻ്റെ എല്ലാമായിട്ട്, എൻ്റെ ജീവനായിട്ട്. തന്നെ എത്രമാത്രം ഏട്ടത്തെ ആഗ്രഹിച്ചിരുന്നു എന്ന് അനന്തുവിന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു അവൾ എഴുതിയ ഓരോ വരികളും. പിന്നെ അനന്തൂട്ട, നമ്മളിനി സൂക്ഷിക്കണം കേട്ടോ. ജയേട്ടൻ ഇതൊന്നും ശ്രദ്ധിക്കില്ല, പക്ഷേ മീനു, അവൾ ഒരിക്കലും ഇതൊന്നും അറിയാൻ പാടില്ല. അവൾ അറിയാതെ, അമ്മ അറിയാതെ, ആരും അറിയാതെ നമുക്ക്. ഇത് വായിച്ച അപ്പം അനന്തൂട്ടൻ എനിക്ക് വിളിക്കണം, കാണാൻ കൊതിയാവുക എനിക്ക്. ദാഹാർത്തിയായ കാമുകിയായാണ് ആ മെസ്സേജ് സരിത അവസാനിപ്പിച്ചത്. അനന്തു നോക്കുമ്പോൾ അവൾ ഓൺലൈനിലുണ്ട്. അവനൊരു വോയിസ് മെസ്സേജ് അയച്ചു. ഏട്ടത്തി ഏത് വീട്ടിലാ? അവൻ ചോദിച്ചു തീർന്നതും അവിടെ ബ്ലൂടിക്ക് തെളിഞ്ഞു. ഏട്ടത്തി മൊബൈലിലേക്ക് നോക്കിയിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി. ഉടനെ മറുപടിയും വന്നു. അനന്തൂട്ട, ഞാൻ ഊണ് കഴിച്ച് ഇപ്പോൾ ഇങ്ങ് വന്നേ ഉള്ളൂ. നീ കഴിച്ചോ കുട്ടാ? അതിനനന്തു മറുപടി പറഞ്ഞില്ല. അവൻ്റെ മറുപടിക്കായി കാത്തു നിന്ന സരിതയുടെ ഫോണിലേക്ക് വന്നത് വീഡിയോ കോളാണ്. അനന്തു വീഡിയോ കോൾ വിളിക്കുന്നതറിഞ്ഞ് അവളൊന്ന് പുളഞ്ഞു. വേഗം തന്നെ അവൾ കോൾ എടുത്തു. അനന്തുവിൻ്റെ സുന്ദരമായ ചിരിക്കുന്ന മുഖം സരിത സ്ക്രീനിൽ കണ്ടു. രണ്ടാളും പരസ്പരം ഒന്നും മിണ്ടാതെ മുഖത്തോട് മുഖം നോക്കിയിരുന്നു. സമയം കടന്നു പോയിട്ടും അവരൊന്നും സംസാരിച്ചില്ല. കണ്ണിലേക്ക് നോക്കിയുള്ള ആ മൗനത്തിൽ തന്നെ അവർ 100 കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അനന്തൂട്ടാ, പ്രണയം വഴിഞ്ഞൊഴുകുന്ന കൊഞ്ചലോടെ സരിത വിളിച്ചു. ഏട്ടത്തി വേണ്ട, ഏട്ടത്തി വേണ്ട അനന്തൂട്ട. ഏട്ടത്തി അമ്മയെ കാണാനാവില്ലെന്ന് അനന്തൂട്ടനല്ലേ പറഞ്ഞേ? പിന്നെന്തിനാ പിന്നെ ഏട്ടത്തിന്ന് വിളിക്കുന്നേ? വേണ്ട. ഏട്ടൻ്റെ ഭാര്യയായി 4 വർഷം ജീവിച്ച സരിതയുടെ ചിണുങ്ങൽ അത്ഭുതത്തോടെയാണ് അനന്തു കണ്ടത്. പിന്നെ ഞാൻ എന്താ വിളിക്കുക?
എന്തും, അനന്തൂട്ടന് ഇഷ്ടമുള്ളത് എന്തും, ഏട്ടത്തിയെന്നൊഴിച്ച് വേറെന്തും. നോക്കട്ടെ, വിളിച്ചത് ശീലിച്ചതുകൊണ്ട് പെട്ടെന്നങ്ങ് മാറ്റാൻ സാരമില്ല. അനന്തൂട്ടൻ ശ്രമിച്ചാൽ മതി. പിന്നെ എന്ത് വിളിക്കുകയാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ ഏട്ടത്തിന്ന് തന്നെ മതി. കൂടുതൽ സംസാരിക്കാനൊന്നും രണ്ടാൾക്കും പറ്റുന്നില്ല. കൂടുതൽ സമയവും അവർ തമ്മിൽ നോക്കിയിരിക്കുകയായിരുന്നു. ഒരു വീട്ടിൽ കഴിഞ്ഞവരാണെങ്കിലും ആദ്യമായി കാണുന്ന പോലെയാണ് അവർ പരസ്പരം നോക്കിയത്. സ്നേഹവും ഇഷ്ടവും പ്രണയവും കാമവും അവരുടെ മുഖത്ത് നിറഞ്ഞു നിന്നു. കുറേ നേരം അനന്തുവിനെ നോക്കിയിരിക്കാനും സരിതയ്ക്കായില്ല. അവൻ കാണുക തന്നെ നാവ് നീട്ടി ചുണ്ട് നക്കി. പിന്നെ ചുണ്ടൊന്ന് കടിച്ചു വിട്ടു. തുപ്പലിൽ തിളങ്ങി നിൽക്കുന്ന ആ തടിച്ച ചുണ്ടുകളിലേക്ക് അനന്തു കൊതിയോടെ നോക്കി. എന്താടാ കുട്ടാ? അവൻ്റെ നോട്ടം കണ്ട് സരിത കൊഞ്ചി. ഒന്നുമില്ല, ഏട്ടൻ നാളെ വരൂ. സരിതയാ പറഞ്ഞതിന് അർത്ഥങ്ങൾ പലതുണ്ടായിരുന്നു. പക്ഷേ മീനു വീട്ടിലുണ്ടാവുമ്പോൾ ഒന്നും നടക്കില്ലെന്ന് സരിതയ്ക്ക് തന്നെ അറിയാം. നിനക്ക് ജോലിക്ക് കയറാനായോടാ കുട്ടാ? എന്നാ വൈകിട്ട് നേരത്തെ വരണം, ഞാൻ കാത്തിരിക്കും. ഒരു ഭാര്യയെപ്പോലെ സരിത പറഞ്ഞു. പിന്നെ ചുണ്ട് കൂർപ്പിച്ച് അവനൊരു ഉമ്മ കൊടുത്ത് വേഗം ഫോൺ കട്ടാക്കി. അനന്തു ഫോൺ പോക്കറ്റിലിട്ട് ഒരു ചിരിയോടെ ഓഫീസിലേക്ക് കയറി. ഒരുച്ചയുറക്കം കഴിഞ്ഞ് കുളിച്ച് ഡ്രസ്സ് മാറി സരിത വൈകിട്ടോടെയാണ് തറവാട്ടിലേക്ക് ചെന്നത്. അനന്തുവുമായി വീഡിയോ കോൾ ചെയ്തതിന് ശേഷം പിന്നെയും ചിലതൊക്കെ ചെയ്തിട്ടാണ് അവൾ ഉറങ്ങാൻ കിടന്നത്. ഉറക്കം കഴിഞ്ഞ് കുളിക്കുമ്പോൾ അവൾ പിന്നെയും ഒന്നുകൂടി ആവർത്തിച്ചു. എത്ര ആയിട്ടും അവൾക്ക് മതിയായില്ല. അനന്തുവിനെ ഓർക്കും തോറും അവൾക്ക് കടി കൂടിക്കൂടി വന്നു. അത്യാവശ്യം അണിഞ്ഞൊരുങ്ങി തന്നെയാണ് സരിത കാമുകനെ കാത്തിരുന്നത്. അവൾ തന്നെ മുൻകൈയെടുത്ത് നല്ല സമൂസ ഉണ്ടാക്കി വെച്ചു. ഏട്ടത്തിയുടെ പുളിപ്പറിയാതെ മീനുവും അടുക്കളയിൽ ഏട്ടത്തിയെ സഹായിച്ചു. പതിവ് പോലെ തന്നെ സരിത വാചാലയായിരുന്നു. പക്ഷേ അവളുടെ മുഖം പതിവില്ലാതെ തുടുത്തത് മീനുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. മുറ്റത്തേക്ക് കയറി വരുന്ന ബൈക്കിൻ്റെ ശബ്ദം അനന്തുവിൻ്റേതാണെന്ന് അടുക്കളയിൽ നിന്ന് തന്നെ സരിത തിരിച്ചറിഞ്ഞു. അവൾ അടിമുടിയൊന്ന് പുളകം കൊണ്ടു. ദേഹമാസകലം ഒരു തരിപ്പുണ്ടായി. അനന്തുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ അവൾക്ക് കൊതിയായെങ്കിലും അവൾ അടങ്ങി നിന്നു. സരിതയുടെ പാറ്റം അറിയാതിരുന്ന മീനു വേഗം ഭർത്താവിനെ സ്വീകരിക്കാനായി പോയി. സരിത അടുക്കള വാതിലിലൂടെ എത്തി നോക്കി. മീനു ചിരിച്ച മുഖത്തോടെ അനന്തുവിനെ അകത്തേക്ക് കയറ്റുന്നതും അവൻ്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങുന്നതും കൊതിയോടെ സരിത നോക്കി. മീനുവിൻ്റെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ അനന്തുവിനെ കെട്ടിപ്പിടിച്ച് ചുണ്ടിലൊരു ഉമ്മ കൊടുത്ത് പിന്നെ ഒരു ഫ്രഞ്ച് കൂടി അടിച്ചേനെ എന്ന് കഴപ്പോടെ സരിത ഓർത്തു. ഇന്ന് സമൂസ ഉണ്ടാക്കിയോ? ഏട്ടത്തിയാവും ഉണ്ടാക്കിയത്. ഏട്ടത്തി ഉണ്ടാക്കുന്ന സമൂസയുടെ അതേ മണം. ഹാളിലേക്ക് കയറിയതേ അനന്തു പറയുന്നത് സരിത കേട്ടു. സന്തോഷം കൊണ്ട് താൻ ഓടിച്ചെന്ന് അവനെ വല്ലതും ചെയ്ത് കളയുമോയെന്ന് സരിത ശരിക്കും പേടിച്ചു. സമൂസയുടെ മണത്തിൽ നിന്ന് അതുണ്ടാക്കിയത് താനാണെന്ന് അവൻ കണ്ടുപിടിച്ചു കളഞ്ഞു. കള്ളൻ. ഏട്ടത്തി ഉണ്ടാക്കിയാൽ മാത്രമല്ല, ഞാൻ ഉണ്ടാക്കിയാലും സമൂസയ്ക്ക് ഇതേ മണവാ. മീനു കുശുമ്പോടെ പറയുന്നത് സരിതയ്ക്ക് ചിരി വന്നു. ഏതായാലും ഏട്ടത്തി ഉണ്ടാക്കിയ സമൂസ കഴിച്ചിട്ടാവാം ഇന്നത്തെ കുളി. ആ പൂതി മോനങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. കുളി കഴിയാതെ പച്ച വെള്ളം ഈ വീട്ടിൽ നിന്ന് തരൂല്ല. ചെന്ന് കുളിച്ചിട്ട് വാ. അപ്പോഴേക്ക് സമൂസ ചൂടാറും മീനു. ചൂടോടെ കഴിച്ചാൽ നല്ല രുചിയായിരിക്കും. അനന്തു പറയുന്നതിൽ ചില ദ്വയാർത്ഥം മീനുവിന് മനസ്സിലായില്ലെങ്കിലും കഴപ്പിയായ സരിതയ്ക്ക് മനസ്സിലായി. ചൂടാറിയാലും രുചിയുണ്ടാവും. വേഗം ചെന്ന് കുളിച്ചോ, അല്ലേ എല്ലാം കൂടി ഞാനും ഏട്ടത്തി അമ്മയും തിന്നും. മീനു അനന്തുവിനെ തള്ളിക്കൊണ്ട് മുറിയിൽ കയറ്റി. അവരുടെ കുസൃതി സരിത കൊതിയോടെ നോക്കി നിന്നു. അനന്തുവിനെ നേർക്ക് നേരെ ഒന്ന് കാണാൻ പറ്റാഞ്ഞതിൽ ഒരു നിരാശ സരിതയ്ക്കുണ്ടായെങ്കിലും ചാടിക്കേറി ചെന്ന് ഇന്ന് തന്നെ എല്ലാം കുളമാക്കണ്ടല്ലോ എന്നോർത്ത് അവൾ ക്ഷമിച്ചിരുന്നു. അനന്തു കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും സരിതയും മീനുവും കൂടി എല്ലാം ടേബിളിൽ നിരത്തി. സരിത അമ്മയ്ക്ക് പഞ്ചസാര ഇടാത്ത ചായ ഒഴിച്ചു കൊടുത്തു. അനന്തു മുറിയിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ നേരെ എതിരിൽ സരിത ഇരുന്നു. വാതിൽ തുറക്കുമ്പോൾ തന്നെ അവന് തന്നെ കാണാവുന്ന രീതിയിൽ.
നിങ്ങൾ ചായ കുടിച്ചോ മക്കളെ? അവൻ്റെ കുളി കഴിഞ്ഞ് വന്ന് അവൻ കുടിച്ചോളും. അമ്മ 2 മരുമക്കളോടുമായി സ്നേഹത്തോടെ പറഞ്ഞു. പക്ഷേ അവർക്ക് കാത്തിരിക്കേണ്ടി വന്നില്ല. ഒരു കാക്കക്കുളി കുളിച്ച് അനന്തു വന്നു. അവൻ നോക്കിയത് തന്നെ സരിതയുടെ മുഖത്തേക്കാണ്. പ്രണയവും കാമവും കലർന്ന ആ മുഖം ചുവന്ന് തുടുത്തിരുന്നു. ഏട്ടത്തിയമ്മ അല്ലാതെ വെറും ഒരു പെണ്ണായി ആദ്യമായി അനന്തു സരിതയെ കണ്ടു. അവളുടെ സൗന്ദര്യം കണ്ടു. തിളങ്ങുന്ന കണ്ണുകളിൽ പ്രണയവും കാമവും കണ്ടു. ഇങ്ങോട്ടിരിക്കുക അനന്തൂട്ട, നിന്നെയും കാത്താ ഇവരിയ്ക്കുന്നേ. അമ്മ പറഞ്ഞത് കേട്ട് അനന്തു ഇരുന്നത് സരിതയുടെ നേരെ എതിരെയാണ്. വൃത്തിയായിട്ടൊക്കെ കുളിച്ചോ ആവോ സമൂസക്കൊതിയൻ. മീനു ഗ്ലാസ്സിലേക്ക് ചായ ഒഴിച്ചുകൊണ്ട് ഭർത്താവിനെ കളിയാക്കി. മീനു അല്പം വൃത്തിക്കാരിയാണ്. നല്ല വീർത്ത സമൂസയാണല്ലോ ഏട്ടത്തിയുടെ. പാത്രത്തിൽ നിന്ന് ഒരു സമൂസ എടുത്ത് അനന്തു പറഞ്ഞു. സരിത അത് കേട്ടെങ്കിലും അവൾ അനന്തുവിനെ കാണുകയാണ്. ഒരു കാവിമുണ്ടും ഇന്നർ ബനിയനും മാത്രമാണ് അനന്തുവിൻ്റെ വേഷം. കുളി കഴിഞ്ഞ് മുടി പറത്തിയിട്ടിരിക്കുകയാണ്. അധികം കട്ടിയില്ലാത്ത മീശ അവൻ്റെ വെളുത്ത മുഖത്തിനഴകാണ്. താടി ക്ലീൻ ഷേവ് ചെയ്തിട്ടുണ്ട്. ബനിയൻ്റെ കഴുത്തിലൂടെ അവൻ്റെ മാറിലെ കട്ടിയില്ലാത്ത രോമങ്ങൾ കാണാം. ഏട്ടത്തിയുടെ മാത്രമല്ല, ഞാനുണ്ടാക്കുന്ന സമൂസയും വീർക്കാറുണ്ട്. മീനു കാര്യം അറിയാതെ അനന്തുവിനെ ശുണ്ടി പിടിപ്പിക്കുകയാണ്. നിൻ്റേതും വീർത്തതാ. എന്നാലും ഏട്ടത്തിയുടെ സമൂസയാ ഒന്നുകൂടെ വീർത്തത് അല്ലേ ഏട്ടത്തി? അനന്തു സരിതയുടെ കണ്ണിലേക്ക് നോക്കി. അത് നീ നോക്കി പറഞ്ഞാൽ മതി. അനന്തു പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായ സരിതയ്ക്ക് കഴപ്പടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല രുചിയുമുണ്ട്. സമൂസയിൽ ഒരു കടി കടിച്ച് അനന്തു പറഞ്ഞു. ആ കടി തൻ്റെ മേനിയിൽ കിട്ടിയതുപോലെ സരിത ഒന്ന് പുളഞ്ഞു. ചൂടോടെ തിന്നാൽ നല്ല രുചിയുണ്ടാവും. തൻ്റെ കഴപ്പ് മുഖത്ത് പ്രതിഫലിക്കാതിരിക്കാൻ സരിത നന്നായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചൂടോടെ തന്നെ തിന്നണം. അനന്തു സമൂസ ആസ്വദിച്ച് കഴിച്ചു. അമ്മ മക്കളുടെ സംസാരം കേട്ട് സാവധാനം ചായ കുടിച്ചു. മീനുവും ഇടയ്ക്കൊക്കെ സംസാരിച്ചു. ഏട്ടൻ ഇന്ന് വരുമോ ഏട്ടത്തി? മീനുവിൻ്റെ ചോദ്യത്തിനൊപ്പം ടേബിളിനടിയിലൂടെ ഒരു കാല് തൻ്റെ കാലിൽ വന്ന് തഴുകുന്നത് അനന്തു അറിഞ്ഞു. അവൻ സരിതയെ നോക്കി. അവൾ സാരമില്ലെന്ന് കണ്ണടച്ച് കാട്ടി. ഇല്ല മീനു, ഇന്ന് വരില്ല. ഇന്ന് മന്ത്രിയുമായിട്ടുള്ള മീറ്റിംഗ് നടന്നില്ലാത്രേ. നാളെ രാത്രിയെ ഏട്ടൻ മടങ്ങും. മീനുവിനോടാണ് പറയുന്നതെങ്കിലും അനന്തു അറിയാനാണ് സരിത അത് പറഞ്ഞത്. അനന്തു അർദ്ധഗർഭമായി സരിതയെ നോക്കി. സരിത കാലുകൊണ്ട് അവൻ്റെ കാലിൽ മൃദുവായി തഴുകി. ഏട്ടത്തി സമൂസ കഴിക്കുന്നില്ലേ? സരിത ചായ മാത്രം കുടിക്കുന്ന കണ്ട് അനന്തു ചോദിച്ചു. എനിക്കിഷ്ടം പഴംപൊരിയാ. സമൂസ നിനക്കിഷ്ടമാണല്ലോ എന്ന് കരുതി ഉണ്ടാക്കിയതാ. ചുണ്ടൊന്ന് നക്കിയിട്ട് സരിത പറഞ്ഞു. അവളുടെ കാല് തൻ്റെ കാലിലൂടെ മുകളിലേക്ക് വരുന്നത് അനന്തു പറഞ്ഞു. സമൂസ കൊതിയാനാ ഏട്ടൻ. സമൂസ കിട്ടിയ എന്ത് തീറ്റയാന്നറിയോ? നിഷ്കളങ്കതയുടെ പര്യായമാനം മീനു പറഞ്ഞു. ആണോ അനന്തൂട്ട? സമൂസ കിട്ടിയാ നീ നന്നായി തിന്നോ? നല്ല വീർത്ത സമൂസയാണെങ്കിൽ നന്നായി തിന്നും. സരിതയ്ക്കത് കഴിച്ചിട്ട് ഇരിക്കപ്പുറതിയില്ല. നല്ല പഴംപൊരി കിട്ടിയാൽ ഞാനും തിന്നും. സരിതയുടെ കാല് അവൻ്റെ തുട വരെ എത്തിയിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ ഈ അവസരത്തിൽ സരിത ധൈര്യപ്പെട്ടില്ല. അമ്മ ചായ കുടിച്ച് എണീക്കുന്നത് കണ്ട് സരിത വേഗം കാല് വലിച്ചു. മീനു അമ്മയുടെയും അവളുടെയും കാല് ഗ്ലാസ്സുമായി അടുക്കളയിലേക്കും പോയി. കള്ളൻ! വീർത്ത സമൂസ തിന്നാൻ കൊതിയാ കള്ളന്, അല്ലേടാ കുട്ടാ? സരിത വല്ലാത്തൊരു ഭാവത്തോടെ ചോദിച്ചു. ഏട്ടത്തിയുടെ സമൂസ നല്ല വീർത്തതായിരിക്കും അല്ലേ ഏട്ടത്തി? അത് നീ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അനന്തൂട്ട. അവനെ അങ്ങ് കടിച്ച് തിന്നാലോ എന്ന് സരിത കഴപ്പോടെ ചിന്തിച്ചു. കടിച്ച് തിന്നുന്നതാണോ ഏട്ടത്തിക്കിഷ്ടം? താൻ വിചാരിച്ച പോലല്ലിവൻ. എന്തൊക്കെയാ പറയുന്നത്? ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാൻ തനിക്ക് എന്തിഷ്ടമാണ്? അനന്തൂട്ടൻ എങ്ങനെ തിന്നാലും എനിക്കിഷ്ടമാണ്. മീനു വരുന്നത് കണ്ട് രണ്ടാളും സംസാരം നിർത്തി. സരിത എണീറ്റ് അടുക്കളയിലേക്ക് നടന്നു. അനന്തു കുറച്ചു നേരം കൂടി അവിടെ തന്നെ ഇരുന്നു. അന്ന് രാത്രിയുള്ള മീനുവിൻ്റെ അനന്തുവിൻ്റെ റൊമാൻസിൽ അനന്തുവിന് ഭയങ്കര ആവേശമായിരുന്നു.
മീനു ചില കാര്യങ്ങൾക്കൊന്നും അനന്തുവിന് അനുവാദം കൊടുത്തിട്ടില്ല. പലതിനും അവൾക്ക് ചില ചിട്ടകളൊക്കെയുണ്ട്. ആയതിനാൽ ചില കാര്യങ്ങളൊക്കെ അവൻ ഇപ്പോഴും സ്വപ്നമാണ്. അനന്തു ആവേശം കൂടുതൽ കാണിക്കാൻ കാരണം കൂടെ കിടക്കുന്നത് മീനു ആണെങ്കിലും മനസ്സിലുള്ളത് സരിതയാണ്. സരിത ഈ സമയം ബെഡിൽ കുത്തിമറിയുകയാണ്. രാത്രി ഉറങ്ങാനായി മുറിയിൽ കയറിയ അപ്പോൾ തന്നെ അവൾ എല്ലാം അഴിച്ചെറിഞ്ഞു. മൊബൈലിൽ അനന്തുവിൻ്റെ ഫോട്ടോ നോക്കിയിരുന്നിട്ടും അവൾക്ക് കടി അടങ്ങുന്നില്ല. അവൾക്കിപ്പോൾ അവനെ കിട്ടണം. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അനന്തുവിൻ്റെ വാതിലിൽ മുട്ടി മീനു അറിയാതെ അവനെ പുറത്തിറക്കിയാലോ എന്ന് സരിത ചിന്തിച്ചു. പക്ഷെ അതിനുള്ള ധൈര്യമൊന്നും അവൾക്കുണ്ടായില്ല. സഹിക്കാനാവാത്ത കഴപ്പുണ്ടെങ്കിലും വരും വരായിക അവൾക്ക് നല്ലോണം അറിയാം. അനന്തുവിന് ഇഷ്ടമാണെങ്കിലും അവനോട് പ്രണയമാണെങ്കിലും അതിനും മീതെയാണ് അവനോടുള്ള ശാരീരിക അഭിനിവേശം എന്ന് സരിത തിരിച്ചറിഞ്ഞു. അവനോട് പ്രണയമാണ്, പക്ഷേ അവനുമായി ശാരീരിക ബന്ധമാണ് താൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അസംതൃപ്തയായ ഒരു ഭാര്യയൊന്നുമല്ല താൻ. അത്യാവശ്യം സുഖവും തൃപ്തിയും ഭർത്താവിൻ്റെ കൂടെയുള്ള ബന്ധത്തിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട്. കാടൻ രീതിയൊന്നും അല്ലെങ്കിലും നന്നായിട്ട് തന്നെ ഏട്ടനെല്ലാം ചെയ്തു തരാറുമുണ്ട്. അല്പം കൂടി പരിക്കനായിക്കൂടെ ഏട്ടന് എന്ന് തോന്നാറുണ്ട്. എന്നാലും സുഖിക്കാറുണ്ട്. പക്ഷേ അനന്തുവിനൊന്ന് കൊടുക്കണം. അത് തൻ്റെ ഒരു ആഗ്രഹമാണ്. അവൻ്റെ കൂടെ അവൻ്റെ ഭാര്യയായി ജീവിക്കാനായിരുന്നു കൊതി. അതേതായാലും നടന്നില്ല, നടക്കേയില്ല. അവനൊപ്പം കിടക്ക പങ്കിടാൻ തടസ്സമൊന്നുമില്ലല്ലോ. എങ്ങനെ അനന്തുവിനെ തൻ്റെ ബെഡിലേക്കെത്തിക്കും എന്നാണ് അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. രാവിലെ സരിതയും മീനുവും അടുക്കളപ്പണിയിലാണ്. ഇന്നലെ രാത്രി അനന്തുവിൻ്റെ കൂടെ കിടക്കാൻ ഭാഗ്യമുണ്ടായ മീനുവിനെ തെല്ല അസൂയോടെയാണ് സരിത നോക്കിയത്. മീനുവിൻ്റെ എല്ലായിടത്തും സരിത പാളി നോക്കുന്നുണ്ട്. ഇവളെ ഇന്നലെ അവൻ നന്നായി പെരുമാറിക്കാണും. അമ്മയ്ക്കുള്ള ചായ മധുരമിടാതെ മാറ്റി വെച്ചോ എടത്തി? മീനുവിൻ്റെ ചോദ്യം കേട്ട് അവളെ കൊതിയോടെ നോക്കിയിരുന്ന സരിത വേഗം നോട്ടം മാറ്റി. ഇല്ല മീനു, ആ കപ്പിൽ കുറച്ച് ചായ മുക്കി വെച്ചേക്ക്, ബാക്കി പഞ്ചാര ഇട്ടോ. ഇഡ്ഡലിത്തട്ടിൽ നിന്നും വെന്ത ഇഡ്ഡലി ഓരോന്നായി പാത്രത്തിലേക്ക് എടുത്തിട്ട് സരിത പറഞ്ഞു. ഏതായാലും നമുക്കും അധികം പഞ്ചാര നന്നല്ല. ആരോഗ്യകാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധയുള്ള മീനു കുറച്ച് പഞ്ചസാരയെ ചായയിലിട്ടുള്ളൂ. അനന്തു എണീറ്റോ മീനു? അവൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ സരിതയ്ക്ക് തരിച്ചു. കുളിക്കാൻ കയറിയിട്ടുണ്ട്. മുകളിലെ മുറിയിൽ നിന്ന് കുഞ്ഞ് കരയുന്നത് അടുക്കളയിലേക്ക് കേട്ടു. ഇത്ര പെട്ടെന്ന് ഉണർന്നോ ചെക്കൻ? നീ ചെന്ന് പാല് കൊടുത്ത് കുറച്ചു നേരം കൂടെ അവനെ ഉറക്ക് മീനു. സരിത പറഞ്ഞത് കേട്ട് മീനു കൈ കഴുകി മുകളിലെ മുറിയിലേക്ക് പോയി. വേറെ വീടുണ്ടെങ്കിലും ഇപ്പോഴും സരിത തന്നെയാണ് ഇവിടുത്തെ അടുക്കള ഭരണം. മീനു ചില്ലറ സഹായമൊക്കെ ചെയ്ത് കൂടെ നിൽക്കുമെന്ന് മാത്രം. രണ്ട് മരുമക്കൾ ഒരുമിച്ച് കയറി വന്നതിൽ പിന്നെ അമ്മ അടുക്കളയിൽ കയറിയിട്ടില്ല. അമ്മയ്ക്കിപ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ അടുക്കി വെക്കുമ്പോൾ സരിത പിന്നിൽ കാൽപെരുമാറ്റം കേട്ടു. ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോടി ചെക്കൻ? തിരിഞ്ഞു നോക്കാതെ സരിത ചോദിച്ചു. അതിന് മറുപടി കിട്ടിയില്ല. പകരം തൻ്റെ പിൻകഴുത്തിൽ ഒരു നനുത്ത സ്പർശം അനുഭവപ്പെട്ട സരിത ഞെട്ടിപ്പുളഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്നു. പക്ഷെ അവൾക്ക് തിരിയാനായില്ല. അതിനു മുമ്പ് അരക്കെട്ടിലൂടെ ഒരു ബലിഷ്ഠമായ കൈ അവളെ ചുറ്റിപ്പിടിച്ചു. അനന്തൂട്ടാ! കോരിത്തരിച്ചുപോയ സരിത വിറയലോടെ വിളിച്ചു. എന്താ അനന്തൂട്ടൻ്റെ പൊന്നിന് വേണ്ടത്? സരിതയ്ക്ക് ആ വിളി സഹിക്കാനായില്ല. അവൾ കുതറി മാറി വെട്ടിത്തിരിഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ ചുണ്ടുകൾ വായിലാക്കി നുണഞ്ഞു. ഇത് അടുക്കളയാണെന്നോ അമ്മ താഴത്തെ മുറിയിലും മീനു മുകളിലെ മുറിയിലും ഉണ്ടെന്നോ സരിത മറന്നു. മീനു ഏത് നിമിഷവും ഇറങ്ങി വരുമെന്നതും സരിത മറന്നു. അനന്തൂനും വെറുതെ നിൽക്കാനായില്ല. കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ സരിതയുടെ ചുണ്ട് നുണഞ്ഞു. സരിത ചീറിക്കൊണ്ട് അവൻ്റെ ദേഹത്തേക്ക് പടർന്നു കയറുകയാണ്. പക്ഷേ സാഹചര്യത്തെക്കുറിച്ച് രണ്ടാൾക്കും ബോധമുണ്ടായിരുന്നു. അനന്തുവിൻ്റെ ചുണ്ടിൽ ഒരു കടി കൊടുത്ത് സരിത അവനെ വിട്ടു. ഇന്ന് ഇഡ്ഡലിയാണോ ഏട്ടത്തി? കിതപ്പോടെ അനന്ത് ചോദിച്ചു. നിനക്കിഷ്ടമല്ലേ? സരിതയും നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഏട്ടത്തിയുടെ ഇഡ്ഡലി എനിക്കിഷ്ടമാണ്. എപ്പോഴാടാ നീ ഏട്ടത്തിയുടെ
ഇഡ്ഡലി തിന്നുന്നേ. സഹിക്കാനാവാത്ത കഴപ്പോടെ സരിത നിന്ന് വിറച്ചു. എപ്പോഴാ ഏട്ടത്തി തരുന്നേ? ഇപ്പോൾ വേണോടാ അനന്തൂട്ടാ നിനക്ക്? വേണ്ട, അങ്ങനെ ധൃതി പിടിച്ച് തിന്നാലൊന്നും പോരാ. പിന്നെ അത് സാവധാനം മതി. ഇനിയൊന്നും കേൾക്കാനുള്ള ത്രാണി സരിതയ്ക്കില്ലായിരുന്നു. അവൾ നിന്നൊന്ന് വിറച്ചു. നീ ടേബിളിൽ ചെന്നിരിക്ക്, ഞാൻ കഴിക്കാനെടുക്കാം. സാരമില്ല ഏട്ടത്തി, വിഷമിക്കണ്ട. ഉടനെ നമുക്കൊരവസരം റെഡിയാക്കാം. എപ്പോഴാ അനന്തൂട്ടാ? ഏട്ടത്തിക്ക് സഹിക്കാൻ പറ്റണില്ലടാ. നമുക്ക് ശരിയാക്കാന്നേ, ഒന്ന് സമാധാനപ്പെടടി. ആ വിളി കേട്ട് സരിത അവനെ തുറിച്ചു നോക്കി. അനന്തൂട്ടൻ തന്നെ എടീന്ന് വിളിച്ചിരിക്കുന്നു. വീണ്ടും അവൻ്റെ ചുണ്ടുകൾ നുണയാൻ തോന്നിയതും അത് മനസ്സിലാക്കി അനന്തു വേഗം അടുക്കളയിൽ നിന്നിറങ്ങി ഹാളിലേക്ക് പോയി. ഒരവസരം ഉടനെ ശരിയാക്കാമെന്ന് അനന്തു പറഞ്ഞെങ്കിലും ഒന്നും നടന്നില്ല. മാസം 1 കഴിഞ്ഞിട്ടും സരിത കൊതിച്ചതുപോലൊന്നും നടന്നില്ല. ഒന്നും നടന്നില്ലെന്ന് പറയാൻ പറ്റില്ല, ചിലതൊക്കെ നടന്നു. അവർ നന്നായിട്ട് പ്രണയിച്ചു. ഒളിഞ്ഞും പാത്തും സരിതയും അനന്തവും പലതും ചെയ്തു. അവർ കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു. പക്ഷേ ഒന്നും അങ്ങോട്ട് പൂർണ്ണതയിലെത്തുന്നില്ല. ഒരു പൂർണ്ണത കിട്ടാനുള്ള കൊതിയോടെ സരിത ആ വീട്ടിലൂടെ വിളറി പിടിച്ച് മുക്രയിട്ട് നടന്നു. മീനു കാണാതെ അനന്തുവിൻ്റെ തല തുവർത്തി കൊടുക്കാനും അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ട് കൊടുക്കാനും അവന് കൈ തുടയ്ക്കാൻ തൻ്റെ നൈറ്റി ഉയർത്തി കൊടുക്കാനും സരിത മനഃപൂർവ്വം സാഹചര്യങ്ങളുണ്ടാക്കി. അടുക്കളയും ഡൈനിങ് ടേബിളും മുകളിലെ ബാൽക്കണിയും അവരുടെ പ്രണയകാമത്തിന് സാക്ഷിയായി. ജയേഷ് എന്നും വീട്ടിലുണ്ടായതുകൊണ്ട് രാത്രി കുറേ സമയമൊന്നും ഇവിടെ ഇരിക്കാൻ സരിതയ്ക്ക് സാധിക്കാറില്ല. എന്നാലും ചില ദിവസങ്ങളിലൊക്കെ അവൾ രാത്രി വൈകുവോളം മീനുവിൻ്റെയും അനന്തുവിൻ്റെയും ഒപ്പം ബാൽക്കണിയിലിരുന്ന് സംസാരിക്കും. ആ സംസാരത്തിലൊന്നും ജയേഷ് കൂടാറില്ല. ആ വെളിച്ചം കുറഞ്ഞ ബാൽക്കണിയിലിരുന്ന് മീനു കാണാതെ അവർ രണ്ടാളും പ്രണയസല്ലാപങ്ങൾ നടത്തി. തൊട്ടും തടവിയും അവർ കാമപരവശരായി. ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ സരിതയ്ക്ക് കൺട്രോൾ പോയി തുടങ്ങും. വീട്ടിലെത്തി ഉറങ്ങിക്കിടക്കുന്ന ജയേഷിനെ വിളിച്ചുണർത്തി അനന്തു തഴുകി ഉയർത്തിയ ശരീരത്തിൻ്റെ ആഗ്രഹം പൂർത്തിയാക്കും. അനന്ത് റൂമിൽ ചെന്ന് മീനുവിൻ്റെ ദേഹത്തും തീർക്കും. മീനു അവളുടെ വീട്ടിലേക്കൊന്ന് വിരുന്നു പോകാൻ, അല്ലെങ്കിൽ ജയേഷ് ഒരു മീറ്റിങ്ങിനായി തിരുവനന്തപുരത്ത് പോകാൻ സരിതയും അനന്തവും കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നു. അപ്പോഴും സരിതയ്ക്ക് ജയേഷിനോടോ അനന്തുവിന് മീനുവിനോടോ സ്നേഹത്തിൽ തരുമ്പും കുറവ് വന്നിട്ടില്ല. തങ്ങളുടെ ബന്ധം അവരറിയാതിരിക്കാൻ അവർ രണ്ടാളും നന്നായി ശ്രദ്ധിച്ചു. ഒരു ദിവസം ഒരു തവണയെങ്കിലും സരിതയ്ക്ക് അനന്തു കാരണം എന്തേലുമൊക്കെ സംഭവിക്കും. അതവൾക്ക് നിർബന്ധവുമായിരുന്നു. അവർ മറ്റാരും അറിയാതെ പ്രേമിച്ചും കാമിച്ചും ആ വീട്ടിൽ കഴിഞ്ഞു. കിട്ടുന്ന അവസരം പാഴാക്കാതെ അവർ സ്പർശനസുഖം നേടി. ഒരു ഞായറാഴ്ച അനന്തു വീട്ടിലുണ്ട്. ജയേഷ് പുറത്തു പോയിട്ടുണ്ട്. 10 മണിക്ക് അല്പം കഞ്ഞി കുടിച്ച് അമ്മ ഉറങ്ങാനായി കിടന്നു. മരുമക്കൾ വന്നതിന് ശേഷം 10 മണിക്ക് കഞ്ഞി കുടിച്ച് ഒരു ഉറക്കം അമ്മയ്ക്ക് പതിവാണ്. അടുക്കളപ്പണി കുറച്ചൊക്കെ ഒതുക്കി മീനു കുളിക്കാനായി മുകളിലേക്ക് പോയി. ഇനി അവൾ താഴോട്ടിറങ്ങുന്ന സമയം സരിതയ്ക്കറിയാം. കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് ഉറക്കിയിട്ടാണ് മീനു കുളിക്കുക. വൃത്തിയുടെ കാര്യത്തിൽ കണിശക്കാരിയായ മീനു കുളിക്കാനെടുക്കുന്ന സമയവും സരിതയ്ക്കറിയാം. എങ്ങനെ പോയാലും ഒരു 2 മണിക്കൂർ കഴിയാതെ മീനു താഴോട്ട് വരില്ല. അനന്തു വരുമെന്ന് സരിതയ്ക്ക് ഉറപ്പായിരുന്നു. അല്പസമയത്തിനകം അവൻ അടുക്കളയിലേക്ക് വരികയും ചെയ്തു. ഏട്ടത്തി, ഞായറാഴ്ചയൊക്കെയല്ലേ, ഇന്നെന്താ സ്പെഷ്യല്? കള്ളച്ചിരിയോടെ അനന്തു ചോദിച്ചു. നിനക്കെന്താ വേണ്ടേ? എളിക്ക് കൈകുത്തി നിന്ന് സരിത ചോദിച്ചു. എനിക്ക് വേണ്ടത് പറഞ്ഞാൽ ഏട്ടത്തി തരില്ല. നീ പറഞ്ഞു നോക്ക്, തരാൻ പറ്റുന്നതാണോ എന്ന് ആലോചിക്കാം. ആരും വരില്ലെന്ന ധൈര്യം അവർക്കുണ്ടായിരുന്നു. അനന്തു സരിതയുടെ അടുത്തേക്ക് വന്നു. അവൻ്റെ ആഗ്രഹം പറയാൻ ഒരുങ്ങിയതും ആരുടെയോ കാൽപെരുമാറ്റം കേട്ട് ആ ഉദ്യമം അവസാനിപ്പിച്ചു. അന്ന് രാത്രി ബാൽക്കണിയിലിരിക്കുകയാണ് സരിതയും അനന്തവും മീനുവും. പല കാര്യങ്ങളും അവർ സംസാരിക്കും. പുതിയതായി ഇറങ്ങിയ സിനിമയെപ്പറ്റിയായിരുന്നു ഇന്നത്തെ ചർച്ച. ജയേഷ് ആ ചർച്ചയിലൊന്നും പങ്കെടുക്കാറില്ല. അടുത്ത ആഴ്ച എല്ലാവർക്കും കൂടി ആ സിനിമയ്ക്ക് പോകാനും അവർ തീരുമാനിച്ചു. അതിനിടയ്ക്കാണ് മീനു ഒരു ബോംബ് പൊട്ടിച്ചത്.
അവരുടെ ആവേശം കുതിച്ചുയരാൻ മീനു പൊട്ടിച്ച് ബോംബ് കാരണമായി. അവൾക്ക് 2 ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കണമെന്ന് അവളുടെ അമ്മ കുറേയായി വിളിക്കുന്നെന്ന്. സരിത ദാഹത്തോടെ നോക്കിയത് അനന്തുവിൻ്റെ മുഖത്തേക്കാണ്. ആ മങ്ങിയ വെളിച്ചത്തിലും ഏട്ടത്തിയുടെ കണ്ണുകൾ കാമത്താൽ ജ്വലിക്കുന്നത് അനന്തു കണ്ടു. ഒരവസരം വന്ന സന്തോഷത്തിൽ സരിതയ്ക്കുണ്ടായ കടി ചില്ലറയല്ല. അതവരാദ്യമേ തീരുമാനിച്ചതാണ്. അവരായിട്ട് ബുദ്ധിമുട്ടി ഒരവസരം ഉണ്ടാക്കില്ല. നല്ലൊരവസരം വന്നാൽ മാത്രം അത് മുതലാക്കും. ഇതാണ് ആ അവസരം, കാത്തിരുന്ന സുവർണാവസരം. മീനു ഇടയ്ക്ക് അവളുടെ വീട്ടിൽ പോയാൽ സരിത ഇവിടെയാണ് കിടക്കുക. അമ്മയ്ക്ക് വയ്യാത്തല്ലേ. എന്നാൽ ജയേഷ് രാത്രി ഭക്ഷണം ഇവിടുന്ന് കഴിച്ച് കിടക്കാനായി അവൻ്റെ വീട്ടിലോട്ട് പോവും. രാത്രി മരുന്ന് കഴിച്ച് കിടക്കുന്ന അമ്മ രാവിലെ എഴുന്നേൽക്കുമെന്ന് സരിതയ്ക്കും അനന്തുവിനും നന്നായിട്ടറിയാം. നാളെ തന്നെ പോണോടി മീനു? അവളെ പറഞ്ഞറിയിക്കാൻ താല്പര്യമില്ലാത്ത പോലെ അനന്തു ചോദിച്ചു. നാളെ ചെല്ലാനാണ് അമ്മ പറഞ്ഞത്. ചേട്ടൻ രാവിലെ വണ്ടിയുമായി വരാമെന്ന് പറഞ്ഞു. 2 ദിവസം നിന്നാൽ മതി മീനു. എനിക്ക് ചെക്കനെ കാണാതെ ഇവിടെ നിൽക്കാൻ കഴിയില്ലടി. അനന്തുവിൻ്റെ മുഖത്തേക്ക് കാമാർത്തിയായി നോക്കി സരിത പറഞ്ഞു. ഒരാഴ്ച നിൽക്കണമെന്ന് അമ്മ പറഞ്ഞത്. ഏതായാലും ഒരു 4 ദിവസം നിൽക്കേണ്ടി വരും. അതൊന്നും വേണ്ട, 2 ദിവസം നിന്നാൽ മതി. ഞാൻ 2 ദിവസം കഴിഞ്ഞങ്ങ് വരാം. നീയും കുഞ്ഞും ഇവിടെ ഇല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് വരാൻ തന്നെ തോന്നില്ല. അനന്തു ഭാര്യയോടുള്ള സ്നേഹം തുറന്നു കാട്ടി. ഏതായാലും നാളെ മീനു അവളുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. പിറ്റേന്ന് അനന്തു ഓഫീസിൽ പോയി കഴിഞ്ഞ് മീനുവിൻ്റെ ചേട്ടൻ കാറുമായി വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. അവരെ യാത്രയാക്കി വാതിലടച്ച സരിത ആഹ്ലാദത്തിമിർപ്പിലായിരുന്നു. അവൾക്കിത് സ്വപ്ന സാക്ഷാത്കാരമാണ്. 4 വർഷമായി കാണുന്ന സ്വപ്നം ഇന്ന് പൂവണിയും. സഹിക്കാനാവാത്ത സൂക്കേടൊന്നും തനിക്കില്ലെന്ന് സരിതയ്ക്കറിയാം. ഭർത്താവ് തന്നെ തൻ്റെ കഴപ്പ് മാറ്റാറുണ്ട്. പക്ഷെ അനന്തു, അവനോട് തനിക്ക് വല്ലാത്ത അഭിനിവേശമാണ്. ഭർത്താവല്ലാതെ മറ്റൊരു പുരുഷനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ലെങ്കിലും അനന്തുവിനെ തനിക്ക് വേണം. അവനെ അത്രമാത്രം ആഗ്രഹിച്ചു പോയി. അന്ന് പകൽ മുഴുവൻ സരിത പാറിപ്പറക്കുകയായിരുന്നു. അമ്മ മുറിയിൽ കിടക്കുകയായിരുന്നത് കൊണ്ട് വേറെ ആരുമില്ലാത്ത ആ വീട്ടിൽ ഒറ്റയ്ക്ക് നിന്നപ്പോൾ അവൾക്ക് കാമചിന്ത മാത്രമായി മനസ്സിൽ. വൈകിട്ട് പതിവിലും അല്പം നേരത്തെയാണ് അനന്തു വന്നത്. ടേബിളിൽ ചായ കുടിച്ചിരിക്കുന്ന അമ്മയോട് അല്പം കുശലം പറഞ്ഞ് അവൻ മുകളിലേക്ക് പോയി. അമ്മയുടെ അടുത്ത് സരിത ഇരിക്കുന്നുണ്ടെങ്കിലും അവളോട് അനന്തു ഒന്നും മിണ്ടിയില്ല. എങ്കിലും ഒരു നോട്ടത്തിലൂടെ ഒരു സൂചന അവൻ കൊടുത്തു. സരിത തലയാട്ടി. അമ്മേ, ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. അലക്കിയിട്ട തുണികളൊക്കെ എടുത്തു വെക്കാനുണ്ട്. ചായ കുടി കഴിഞ്ഞ് സരിത തന്നെ അമ്മയെ റൂമിൽ കൊണ്ടുചെന്ന് കിടത്തി. ജയേഷ് വരാൻ 7-8 മണിയാകുമെന്നറിയാവുന്ന സരിത മുകളിലേക്ക് ഒറ്റ കുതിപ്പായിരുന്നു. അനന്തുവിൻ്റെ മുറിവാതിലെത്തി അവൾ അകത്തേക്ക് നോക്കി. വേഷം മാറാതെ ബെഡിലിരിക്കുകയാണ് അനന്തു. സരിതയെ കണ്ട് അവൻ കൈ മാടി വിളിച്ചു. സരിത വല്ലാത്തൊരു തരിപ്പോടെ അകത്തേക്ക് കയറി. എന്താണ് അനന്തൂട്ട, വരാൻ പറഞ്ഞേ? അവൻ്റെ അടുത്തേക്ക് കയറി നിന്ന് സരിത ചോദിച്ചു. അനന്തു അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചടിപ്പിച്ചു. എനിക്ക് കുളിക്കണം. അതിനെന്താ? അനന്തൂട്ടം കുളിച്ചോ? ഏട്ടത്തി കുളിപ്പിച്ചു തരണം. അത് കേട്ട സരിത അവൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കി. പിന്നെ കുനിഞ്ഞ് അവൻ്റെ ചുണ്ടിലൊരു ഉമ്മ കൊടുത്ത് അവനെ ബെഡിൽ നിണീപ്പിച്ചു. ഇന്ന് രാത്രി നടത്താനിരുന്ന അഴിഞ്ഞാട്ടം ഇപ്പം തന്നെ നടക്കുമെന്ന് സരിതയ്ക്ക് ഏതാണ്ട് ഉറപ്പായി. ആ യുവകോമളനെ സരിത ആർത്തിയോടെ നോക്കി. അപ്പം സ്റ്റോറി അങ്ങനെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബാക്കി പോർഷൻ ഞാൻ ഉടനെ തന്നെ ഇട്ടേക്കാം. വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.